തുടർച്ചയായ വിവാദങ്ങൾക്കിടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജില്ലയിൽ സ്വകാര്യ സന്ദർശനമാണെങ്കിലും താജ് ഹോട്ടലിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം അല്പസമയത്തിനകം DCC നേതൃയോഗം ചേരും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുക്കും. നേതൃയോഗത്തിൽ ജില്ലയിലെ സംഘടനാ വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. പ്രിയങ്കാജി ഇവിടെ ഉള്ളതുകൊണ്ട് സോണിയാജിയും രാഹുൽജിയും ഒരു കുടുംബസമേതം വന്ന് ഒരു സന്ദർശനമേ ഉള്ളൂ. വന്നപ്പോൾ അവരെ ഞങ്ങളൊരു കർട്ടസി വിസിറ്റ് മാത്രം KC വേണുഗോപാലും AICC സെക്രട്ടറി ദീപാദാസ് സ്വീകരിക്കാൻ വേണ്ടി ഞാൻ മാത്രം. പിന്നെ DCC നേതൃയോഗം ഉണ്ടല്ലോ ഉച്ചയ്ക്ക് 2 മണിക്ക്. അതിൽ നമ്മുടെ ഈ കോൺഗ്രസിന്റെ സംഘടനാ വിഷയങ്ങൾ ചർച്ചയാവുക. DCC യോഗത്തിൽ രാഷ്ട്രീയവും സംഘടനാപരമായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, എന്തായാലും ഇത് ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജില്ലയിലുള്ളത് സ്വകാര്യ സന്ദർശനമാണ്. മറ്റ് വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഈ വയനാട്ടിലെ പ്രശ്നങ്ങളൊന്നും ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ് KPCC പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ അല്പസമയത്തിനകം ചേർന്ന DCC നേതൃയോഗത്തിൽ ഇക്കാര്യങ്ങളടക്കം ചർച്ച ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ 2 മണിക്ക് യോഗം ചേരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. തുടങ്ങിയിട്ടില്ലേ? ശ്രുതി, അല്പസമയത്തിനകം വയനാട് DCC നേതൃയോഗം തുടരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി വയനാട്ടിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കോൺഗ്രസ് കടന്നുപോകുന്നത്. പ്രത്യേകിച്ച് ആദ്യം NM വിജയന്റെ ആത്മഹത്യ, അതിന് പിന്നാലെ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ, നേതൃത്വത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, കൃത്യമായി പാർട്ടി പ്രതിരോധത്തിലാകുന്ന, പാർട്ടി വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വയനാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇരുവരുടെയും സ്വകാര്യ സന്ദർശനമാണ് എന്നാണ് നേതാക്കൾ പറയുന്നത്. അതായത് പൊതുപരിപാടികളൊന്നും തന്നെ ഇവർക്ക് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചാർട്ട്, അത്തരത്തിലുള്ള പൊതുപരിപാടികളുടെ ചാർട്ട് ഉണ്ടായിട്ടുമില്ല. പക്ഷേ അല്പസമയം മുൻപ് താജ് ഹോട്ടലിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അതിൽ KC വേണുഗോപാൽ കൂടാതെ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഇവർ 3 പേരും, അതായത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ഒക്കെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധിക്ക് ഒരു അതൃപ്തി ഉണ്ട്. അതായത് ഈ വിഷയങ്ങളിലൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം വിവാദങ്ങളിൽ പ്രിയങ്ക ഗാന്ധിക്ക് അതൃപ്തിയുണ്ട് എന്നുള്ളൊരു വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അല്പസമയത്തിനകം തന്നെ DCC നേതൃയോഗം തുടങ്ങും. അതിലേക്കും ഈ നേതാക്കളൊക്കെ തന്നെ, അതായത് KC വേണുഗോപാലും സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉണ്ടാകും. കൂടാതെ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ, അതായത് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഉണ്ടാകും. കൃത്യമായി ഈ ജില്ലയിൽ നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ, ഈ ആത്മഹത്യകളിൽ ഉൾപ്പെടെ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ള നിലപാട്, നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള നിലപാടൊക്കെ ഇതിൽ ചർച്ചയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. DCC നേതൃയോഗം അല്പസമയത്തിനകം ചേരും. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.